നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭകാലം പോലെ തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയമാണ് പ്രസവത്തിന് ശേഷമുള്ള ആദ്യ മാസങ്ങൾ. മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നിറഞ്ഞ ഈ ദിവസങ്ങളിൽ അമ്മയുടെ പരിചരണം കുഞ്ഞിന്റെ പരിചരണത്തോളം തന്നെ പ്രധാനമാണ്. ആയുർവേദത്തിൽ പ്രസവ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും നമുക്കൊപ്പം ചേരുന്നു. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി വിൽസൺ, എത്രത്തോളം സുപ്രധാനമാണ് സ്ത്രീകൾക്ക് പ്രസവരക്ഷ? ഒരു പ്രസവിച്ചിരിക്കുന്ന സ്ത്രീയെ പറയുന്ന പേരാണ് സൂതിക എന്ന് പറയുന്നത്. സൂതികയെ ഒരു പ്രസവിച്ചൊരു 3.5 മാസക്കാലമോ അല്ലെങ്കിൽ വീണ്ടും ഒരു ആർത്തവം വരുന്ന വരെയുള്ള കാലഘട്ടത്തിനെയാണ് സൂതിക എന്ന് പറയുക. ഈ സൂതികയ്ക്ക് വളരെയധികം മാനസികവും ശാരീരികവുമായിട്ടുള്ള ചേഞ്ചസ് പ്രസവത്തോടു കൂടി വരുന്നു. ഇപ്പോൾ നാം നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും ഗർഭധാരണവും പ്രസവവും ഒക്കെ ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു എന്ന്. അത് പണ്ട് കാലത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ തന്നെ അതിനുള്ള ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കുക. വീടുകളിൽ തന്നെ എണ്ണ കാച്ചാനും അതുപോലെ അതിന് പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ വൈദ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകളുടെ ഹെൽത്ത് ഇന്ന് നമ്മൾ വളരെയധികം ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നെങ്കിലും ആരോഗ്യപരമായിട്ട് വളരെയധികം താഴെ ആണ് എന്ന് വേണം കരുതാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പല രീതിയിൽ ഒരു സ്ത്രീ ഒരേ സമയം തന്നെ അമ്മയും അതുപോലെ തന്നെ വർക്കിംഗ് പേഴ്സൺ, ഓഫീസിലെ ജോലികളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൊണ്ടും ഒരു യങ് ഏജസിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ വിവിധ തരത്തിലുള്ള വേദനകൾ, സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ നേരത്തെ തന്നെ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞ വളരെയധികം ഇമ്പോർട്ടൻസ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രസവരക്ഷയ്ക്കുണ്ട്. നമുക്കറിയാം, നമ്മൾ പറയാതെ എന്ന് പറഞ്ഞൊരു വൈദ്യനോ ഡോക്ടറോ പറയാതെ തന്നെ ഒരു പ്രസവിച്ച സ്ത്രീ അതിൻ്റെ കെയറിന് വേണ്ടിയിട്ട് ഓടിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രസവ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്നത് അമ്മയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുക, അമ്മയ്ക്ക് തലയിൽ നെറുകയിൽ എണ്ണ വെക്കാനും അതുപോലെ ദേഹത്ത് കുഴമ്പിട്ട് കുളിക്കാനും അതുപോലെ വേദ് കുളിപ്പിക്കുക, വേദിനുള്ള മരുന്നുകൾ വേണ്ട രീതിയിൽ എടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കലായിട്ട് ഓരോ വ്യക്തികളിലും പല പല ഇഷ്യൂസായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സ്കിന്നിന് പ്രോബ്ലംസ് ഉള്ളവർ, സ്കിന്നിന് ഇറിറ്റേഷൻസ്, ഇച്ചിങ്, അലർജിക് നേച്ചർ ഉള്ളവർ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ധന്വന്തരം മുക്കൂട്ട് കുഴമ്പെടുക്കുമ്പോൾ അതിൽ അഡീഷണലായിട്ട് നമുക്ക് ഈ സ്കിൻ കെയറിന് കൂടി പറ്റുന്ന രീതിയിലുള്ള കുഴമ്പുകൾ, പിണ്ണതൈലം മുതലായിട്ടുള്ള കുഴമ്പുകളൊക്കെ ആഡ് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം ഓരോ സൂതികയിൽ നമ്മൾ വേണ്ട ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കുഴമ്പ് തേച്ച് കുളിക്കുന്നതുകൊണ്ട് മസിൽസിനൊക്കെ ദൃഢത വരുന്നതിനും അതുപോലെ അസ്ഥിസന്ധികൾക്ക് വരുന്ന വേദനയെ കറക്റ്റ് ചെയ്യാനും പിന്നെ വേദനകളെ മാറ്റിയെടുക്കാനൊക്കെ ഏറ്റവും സഹായിക്കുകയും ചെയ്യും. ഇനി അതിനോടൊപ്പം നമ്മൾ വേദ് കുളിപ്പിക്കാനായിട്ട് മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്, വേദ് വെള്ളം തിളപ്പിക്കാനായിട്ട്. ഇപ്പോൾ വീട്ടിൽ ചെയ്യുന്നവർക്കായാലും നമ്മൾ അതൊക്കെ എഴുതി കൊടുക്കുക, എങ്ങനെ ചെയ്യണം. വാതഹരങ്ങളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷം കൈകാലുകൾക്ക് വേദനയും പ്രയാസമൊക്കെ വരുന്ന ഒരവസ്ഥയാണ്. അതിനോട് നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ വേദ് വെള്ളം ആയിട്ട് എടുക്കാനായിട്ട് വാതഹരങ്ങളായിട്ടുള്ള ഇലകൾ ഇട്ടിട്ട് എരിക്കില, ആവണക്കില, പുളിയില, മുരിങ്ങയുടെ ഇതൊക്കെ നമ്മുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് 1ഉം 2ഉം ഒക്കെ, അതുപോലെ മുരിങ്ങയുടെ തൊലി ചതച്ചിടുക, ഇതൊക്കെ വേദ് വെള്ളത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി കൂടുതലായിട്ട് നീർക്കെട്ടും വേദനയൊക്കെ ഉള്ളവരിലാണെങ്കിൽ അത് തന്നെ അരിക്കാടിയിൽ വെന്തിട്ട് വേദ് വെള്ളത്തിനായിട്ട് പിടിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർക്ക് നാൽപ്പാമരപ്പട്ട അതിനോടുകൂടി ചേർക്കാം. അതുപോലെ ഓരോ സൂതികയിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്നാൽ ജനറലായിട്ട് ഈ പ്രസവാനന്തരമായിട്ട് വരുന്ന ക്ലേശങ്ങളെ മാറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങളിട്ട് വെന്ത വെള്ളമാണ് വേദ് കുളിക്കാനായിട്ട് ഉപയോഗിക്കും. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പ്രസവരക്ഷ നൽകേണ്ടത്. കാരണം പല ആളുകളും പലതരത്തിലുള്ള ആരോഗ്യ അവസ്ഥകളുള്ളവരാണ്. പ്രസവം തന്നെ ഇപ്പോൾ നോർമൽ ആവണം എന്നില്ല, ചിലർക്ക് ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഇത്തരം പലതരം ശാരീരിക അസ്വസ്ഥതകളും ഘട്ടങ്ങളുമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലാണ് ഈ പ്രസവ രക്ഷ ചികിത്സ നിർണ്ണയിക്കുക? അതിൻ്റെ ഒരു ഘട്ടങ്ങൾ എങ്ങനെയാണ്? എത്രാം ദിവസം മുതലാണ് ഇത് ആരംഭിക്കേണ്ടത്? ഒരു നോർമൽ ഡെലിവറി ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികളിൽ നമുക്കൊരു 5th ഡേ തുടങ്ങിയിട്ടൊക്കെ ഇതിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ
സെക്കൻഡ് തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടൊക്കെ വരും. അപ്പം അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ്, കാൽഷ്യം, അയൺ സപ്ലിമെൻറ്റ്സ് ഒക്കെ അവർ കഴിക്കുന്നുണ്ടാവും. എങ്കിൽ കൂടി 5th to 8th ഡേ ആണ് നമ്മൾ ഇതുപോലെ പ്രസവരക്ഷ കെയറിനായിട്ട് വരികയും അതുപോലെ ഔഷധങ്ങൾ നൽകുകയും ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഷ്ടങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ദശമൂല ജീരക അരിഷ്ടം നൽകുമ്പോൾ അത് ഗ്യാസിന് ഇതിനോടനുബന്ധമായിട്ട് വന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ മാറ്റാനും അതുപോലെ വിശപ്പിനെ വേണ്ട രീതിയിൽ കൊണ്ടുവരാനും ഒക്കെ അത് ഏറ്റവും സഹായിക്കും. ഇനിയും ഒരു സിസേറിയൻ ചെയ്തിട്ടുള്ള സൂതികമാരിലാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം വേണം അത്തരം കാര്യങ്ങളിലേക്ക് വരാൻ. സ്റ്റിച്ച് ഉണങ്ങേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 20 ഡേയ്സിന് ശേഷം 17-18 ദിവസമൊക്കെ കഴിഞ്ഞ് ചില നോർമലായിട്ട് വിതിൻ 5-6 ഡേയ്സിലൊക്കെ ക്ലിയർ ആവും. എങ്കിൽ കൂടി നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം സ്റ്റിച്ച് ഉള്ളിലേക്ക് അതിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നന്നായി ഹീലായതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രസവരക്ഷയ്ക്കായിട്ട് പ്രസവരക്ഷയുടെ പരിചരണത്തിനായിട്ട് വരിക. അപ്പം നമ്മൾ അരിഷ്ടവും കഷായങ്ങളും അതുപോലെ കുഴമ്പിടുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സിസേറിയനൊക്കെ ആയിട്ടുള്ളവർക്ക് ചിലരിൽ സ്റ്റിച്ച് പഴുത്തിരിക്കുന്ന അവസ്ഥ, അതുകൊണ്ട് ഡിലേഡായിട്ട് വീണ്ടും ഡിലേഡായിട്ടൊക്കെയാണ് പ്രസവരക്ഷാ പരിചരണത്തിനായിട്ടൊക്കെ വരിക. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ വയറ് നമ്മൾ കെട്ടുമൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ കച്ച നല്ല വീതിയിൽ മുറിച്ചെടുത്തിട്ട് വയറ് ഒതുക്കി കെട്ടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിൽ കൂടുതൽ പ്രഷർ കൊടുക്കാത്ത രീതിയിൽ 20 ദിവസത്തിന് ശേഷമൊക്കെ മാത്രമാണ് ഇങ്ങനെ തുണി വെച്ച് വയറ് കെട്ടുമൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം സോഫ്റ്റായിട്ട് കെട്ടുക, അധികം വലിച്ചല്ലാണ്ട്. അപ്പോൾ നമുക്ക് അത് വയറിനൊരു സപ്പോർട്ട് കിട്ടുകയും വയറ് കൂടുതൽ തൂങ്ങിപ്പോകാതിരിക്കാൻ, തൂങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ തന്നെ നടുവിൻ്റെ നട്ടെല്ലിൽ വരുന്ന വേദനയും ക്ഷതവും ഒക്കെ മാറ്റാനായിട്ട് ഈ വയറ് കെട്ടുന്നതുകൊണ്ട് ഏറ്റവും സഹായിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വയറ് കെട്ടുന്നതിലും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലും ഇവർ 2 കൂട്ടരിലും വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആയുള്ളവർക്ക് 5 ദിവസത്തിനും 8 ദിവസത്തിനും ഇടയ്ക്കായിട്ട് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അരിഷ്ടം, അതുപോലെ വിതിൻ 8 to 10 ഡേയ്സിനകം കുഴമ്പിട്ട് കുളിക്കുക. ഇതൊക്കെ ഓരോരുത്തരിലും അവരുടെ ശരീരപ്രകൃതിക്കും ദേഹപ്രകൃതിക്കും ആ പ്രസവത്തോടനുബന്ധമായിട്ട് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച രീതിയിലുള്ള കുഴമ്പുകളും വേദുവെള്ളങ്ങളും ഒക്കെയാണ് സാധാരണ രീതിയിൽ കൊടുത്തു വരിക. നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് ശരീരപ്രകൃതിക്കോ അതുപോലെ തന്നെ അവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടാണ് നമ്മൾ എത്ര ദിവസം, ചിലപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും വർക്കിംഗ് ആണ് അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ കാലയളവ് കുറയാൻ ചാൻസ് ഉണ്ട്. കൂടുതലും നമ്മൾ 28 ദിവസം അങ്ങനെയൊക്കെയാണ്, 1 മാസം 28 ദിവസം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ വേദുകുളി അങ്ങനെയുള്ള ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ആകുമ്പോൾ അതിൻ്റെ ദിവസങ്ങൾ കുറഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങനെ 7 ദിവസം 14 ദിവസം അല്ലെങ്കിൽ 16, 11 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ചുരുക്കുന്നതാണ്. കുഞ്ഞിന് ഒരു 6 months വരെ പാല് വേണ്ട രീതിയിൽ കൊടുക്കാനൊക്കെ കഴിഞ്ഞാൽ ആ ബേബിയുടെ ഹെൽത്ത് വൈസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ യൂട്രൈൻ ക്ലെൻസിങ്, യൂട്രസ് ശുദ്ധിയാവുക, ഗർഭാശയം പെട്ടെന്ന് ശുദ്ധിയായി വരിക, അസ്ഥിസന്ധികൾക്ക് വരുന്ന നീർക്കെട്ടിനെ മാറ്റി വേദനയൊക്കെ മാറ്റുക, അതുപോലെ മസിലുകൾക്ക് ദൃഢതയെ കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ ഫ്ലാസിഡായിട്ട് തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള പ്രസവരക്ഷാ പരിചരണത്തിലേക്ക് വരുമ്പോൾ ആ മസിൽ ടൈറ്റനിങ് ഒക്കെ കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സാധിക്കും. ഡോക്ടർ, നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് ഒരു പ്രേക്ഷകരുടെ കോൾ ഉണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. കേൾക്കാം, പറഞ്ഞോളൂ. ഓളെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസമായിട്ടുണ്ടാവും. ഓള് ശരീരത്തില് അതേപോലെ പ്രസവരക്ഷ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഒന്നും നന്നാവണില്ല. അപ്പൊ എന്തെങ്കിലും മരുന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാനെന്നാ ഡോക്ടറുടെ പരിപാടി ഒന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. മറ്റസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ എപ്പോഴും പനി, വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇപ്പൊ ജോലിക്ക് പോയി തുടങ്ങിയോ അതോ വീട്ടിൽ തന്നെയാണോ? അമ്മയും കുഞ്ഞും സ്വസ്ഥായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടോ? ഹൗസ് വൈഫാണ്. ഹലോ, ഹൗസ് വൈഫാണ്. ഓക്കെ. അജമാംസ രസായനം വാങ്ങിക്കാം. അജമാംസ രസായനം അല്ലേ?
അത് എത്ര ബോട്ടിലാണ് ഉണ്ടോ? അജമാംസ രസായനം അത് ആട്ടിൻ മാംസമൊക്കെ ചേർത്ത് അതിന്റെ സൂപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആരോഗ്യപരമായിട്ട് ഹെൽത്ത് കൂടാനും അതുപോലെ ഏറ്റവും പോഷകമായിട്ടുള്ളതും പിന്നെ ക്ഷീണം മാറ്റാനും ഒക്കെ ഏറ്റവും സഹായിക്കും. അതൊരു ടേബിൾ സ്പൂൺ വീതം രാവിലെയും രാത്രി കിടക്കാൻ നേരവും കഴിക്കാം, ആഫ്റ്റർ ഫുഡായിട്ട്, ഭക്ഷണത്തിന് ശേഷം. പിന്നെ വിശപ്പുണ്ടാവുന്ന രീതിയിലേ മുസ്താരിഷ്ടവും അശ്വഗന്ധാരിഷ്ടവും കൂടെ വാങ്ങിക്കാം. മുസ്താരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് 25 മില്ലി വീതം 2 നേരം കഴിക്കാം. അപ്പൊ നമുക്ക് വിശപ്പ് കുറവുണ്ടെങ്കിൽ മാറാനും ക്ഷീണം മാറാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ നമ്മൾ മരുന്ന് കഴിച്ച് ക്ഷീണം മാറ്റുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് കൃത്യമായിട്ടുള്ള നേരത്ത് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ലാക്ടേറ്റിംഗ് പാല് കൊടുക്കുന്ന അമ്മയൊക്കെ ആവുമ്പോൾ ആ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ വരാത്ത രീതിയിൽ പാല്, മുട്ട അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങള്, അരി ആഹാരം, അതുപോലെ ചിക്കനൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് വീക്ക്ലി ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ കഴിക്കുക. അങ്ങനെ നല്ല സമീകൃതമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഈ മരുന്നും കഴിച്ചോളൂ. 1 മാസം കഴിച്ചിട്ട് അറിയിച്ചോളൂ. പ്രസവരക്ഷയോടനുബന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്ന പല ലേഹ്യങ്ങളും ഇത്തരത്തിൽ മുലപ്പാൽ വർദ്ധകമായിട്ടുള്ളതാണ്. ഇപ്പം ശതാവരി ഗുളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഹ്യമുണ്ട്. അതൊരു രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കുക. ഇപ്പം മുലപ്പാൽ കുറവായിട്ട് വരുന്ന അവരിൽ നമ്മളത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ശതാവരിക്കിഴങ്ങ് ചേർത്തിട്ടുള്ള പാല് ശതാവരിക്കിഴങ്ങ് കഴുകി ചതച്ച് പാലിലിട്ട് വെന്തിട്ട് ആ പാല് കുടിക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ ശതാവരിയും അശ്വഗന്ധം എന്ന് പറഞ്ഞാൽ അമുക്കുരവും ഇരട്ടിമധുരവും കുറുന്തോട്ടി, ഇത് 4 കൂടെ ചേർത്തിട്ട് അത് കഷായം പോലെ എടുത്തിട്ട് അത് തന്നെ സൂക്ഷ്മ ചൂർണമാക്കി ചേർത്ത് കരിപ്പെട്ടി ശർക്കരയും നറുനെയ്യും ഒക്കെ ചേർത്തിട്ട് എടുക്കാം. കുറുക്ക് രൂപത്തിൽ ആ പൊടി ഉണ്ടാക്കി വെച്ചിട്ട് കുറേശ്ശെ പാല് ചേർത്ത് കുറുക്ക് രൂപത്തിൽ ഡെയിലി കഴിക്കാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ മുലപ്പാൽ വർദ്ധകമായിട്ടുള്ള പല കാര്യം. പിന്നെ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ അതിൽ വരും. നെറുകയിലെ എണ്ണ ഇപ്പോൾ കയ്യുണ്ണിയാദി പോലുള്ള അല്ലെങ്കിൽ നീലിഭൃങ്കാദി തുടങ്ങിയിട്ടുള്ള ശീതളമായിട്ടുള്ള തൈലങ്ങളാണ് നെറുകയിൽ വെച്ച് കുളിക്കാൻ നമ്മൾ സൂതികേനെ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ കയ്യുണ്ണിയാദി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അധികം ചൂടും തണുപ്പും അല്ലാത്തതും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്നതും, എന്നാൽ ശീതളമായിട്ടുള്ളതും അത് ഇൻഡയറക്റ്റ്ലി മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഒരു സൂതികേനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂതികയ്ക്ക് ഇപ്പോൾ രാത്രി ഒക്കെ ബേബി അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ രാത്രിയൊക്കെ എഴുന്നേറ്റിരിക്കുക, ഉറക്കക്കുറവ് വരിക, അതുപോലെ മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പോലെയല്ലല്ലോ. അവരെ ഡെയിലി റുട്ടീൻ തന്നെ ചേഞ്ചസ് ആണ്. ഉറക്കവും ഭക്ഷണവും എല്ലാം വ്യത്യാസമാണ്. അങ്ങനെയൊക്കെ വരുന്ന ഒരു മാനസികമായിട്ടുള്ള ക്ലേശം, ഉത്കണ്ഠ, ഇതൊക്കെ വരുമ്പോൾ ഈ പാല് കുറയാനുള്ള സാധ്യതകളാണ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസവ രക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുക, ഇത്തരം കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പാല് വർദ്ധിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. ഡോക്ടർ മരിയ, പുതിയ കാലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രസവത്തിന് ശേഷം അവരുടെ വയറ് പൂർവ്വസ്ഥിതിയിലാകുക എന്നുള്ളത് ഇപ്പോഴത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ട് വയറ് കുറയ്ക്കുന്നതിനും എന്താണ് അതിൽ പറയുന്നത്? നമ്മളിവിടെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ അബ്ഡോമിനൽ ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അടിവയറ്റിന്ന് നമ്മൾ പൊക്കി നല്ലോണം കെട്ടിവെക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മൾ ഒരു നോർമലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് അബ്ഡോമിനൽ ബൈൻഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സിസേറിയൻ ആണെങ്കിൽ നമ്മൾ നല്ലവണ്ണം അവിടുത്തെ സ്റ്റിച്ചിൻ്റെ ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അബ്ഡോമിനൽ ബൈൻഡിങ്, അത് ഒരു 2 ആഴ്ച ഒക്കെ ഉള്ളിലൊക്കെ നമുക്ക് അബ്ഡോമിനൽ ബൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുവഴിയായിട്ട് നമുക്ക് ഫുള്ളും നേരം തന്നെ ഇതിങ്ങനെ കെട്ടിവെക്കണമെന്നില്ല. അത് നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് അഴിച്ചു വെക്കാം. അത് നമ്മൾ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ നമുക്ക് ബ്രീത്തബിൾ ആയിട്ട് അല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുവഴിയായിട്ട് വയറ് കുറയാനും അതിനൊക്കെ സഹായിക്കും. അതൊരു 1-2 മാസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. വ്യായാമ മുറകളിലേക്ക് നമ്മൾ പോകാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഒരു 56 കഴിഞ്ഞിട്ടൊക്കെയാണ് അഡ്വൈസ് ചെയ്യുക.
അത് ഹെവി ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫുൾ നേരം എപ്പോഴും കിടക്കാനല്ല പറയുന്നത്. നമുക്ക് നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നടക്കുകയോ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. എന്നാൽ ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ 56 കഴിയാണ്ട് ഹെവി ആയിട്ടുള്ള എക്സസൈസ് 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകളിലേക്കൊക്കെ 56 കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അഡ്വൈസ് ചെയ്യുക. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഈ പ്രസവരക്ഷയ്ക്കായിട്ട് മരുന്നുകൾ നൽകുമ്പോഴും ലേഹ്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ അവരുടെ ബോഡി സ്ട്രക്ചറിനനുസരിച്ച് ഒബസിക് ആയിട്ടുള്ളവർക്ക് വണ്ണം കൂടാത്ത രീതിയിലുള്ള പല ലേഹ്യങ്ങളുണ്ട്. ഇപ്പോൾ പൂക്കുൽ ലേഹ്യം, കുറിഞ്ഞിക്കഴമ്പ്, പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന പേറ്റ് ലേഹ്യം, അതിലെ മരുന്നുകളൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ ഫിറ്റ്നസ്സിന് പറ്റുന്നതും എന്നാൽ നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും ആമത്വത്തെ മാറ്റുന്നതിനും ഈ മസിലിന് ദൃഢതയൊക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ് അതിനകത്ത് ഇടുക. ഇപ്പൊ ചതവുപ്പ, ഉലുവ. സന്ധ്യ എന്ന പ്രേക്ഷകർ കോളിലുണ്ട്. നമുക്ക് ആ കോൾ എടുത്തിട്ട് തിരിച്ചെത്താം. സന്ധ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, കണ്ണൂരിൽ നിന്നാണ് ഹലോ, വിളിക്കുന്നത്. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം, ഒന്നുകൂടി പറഞ്ഞോളൂ. പ്രസവത്തിന് ശേഷം കഴിക്കേണ്ട ആയുർവേദ മരുന്നുകൾ ഏതൊക്കെയാണ്? ജനറൽ ആയിട്ട് നമ്മൾ പ്രസവത്തിന് ശേഷം കൊടുക്കുന്നത്, ഇപ്പൊ പ്രസവിച്ചിട്ട് എത്ര ദിവസമായി? ഹലോ, ഇപ്പൊ 3 മാസം കഴിഞ്ഞു. ഹലോ, കേൾക്കാമോ? ഡെലിവറി കഴിഞ്ഞ് ഒരു വിതിൻ 8 to 10 ഡേയ്സിനകം നമ്മൾ അരിഷ്ടങ്ങളൊക്കെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ ദഹനം പ്രോപ്പർ ആവാനും ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും അപ്പോഴാണ് നമുക്ക് ബാക്കി ആഹാരങ്ങൾ ദഹിക്കാനൊക്കെ ഉള്ള ഒരു അവസ്ഥ വരിക. ഇപ്പൊ പ്രത്യേകിച്ച് വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ദശമൂല ജീരകാരിഷ്ടം മിക്സ് ചെയ്തിട്ട് അത് 25 മില്ലി വീതം 2 നേരവും ഭക്ഷണത്തിന് ശേഷം കൊടുക്കുക. പിന്നെ അവരുടെ ദേഹസ്ഥിതിക്ക് അനുസരിച്ച് ഒരു നോർമൽ ഇതൊക്കെ ആണെങ്കിൽ, ഇച്ചിരി വണ്ണമുള്ള പ്രകൃതമാണെങ്കിൽ എപ്പോഴും ബൃംഘണമായിട്ടുള്ള ലേഹ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ പൂക്കുൽ ലേഹ്യം 1 ടേബിൾ സ്പൂൺ 2 നേരം കഴിക്കുക. അതുപോലെ ധന്വന്തരം കഷായം, അത് 15 മില്ലി 60 ml വെള്ളം ചേർക്കുക. ധന്വന്തരം ഗുളിക ചേർത്ത് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുക. പിന്നെ തീരെ കുഴമ്പൊക്കെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ കുറച്ച് ദിവസം കുഴമ്പിട്ട് കുളിക്കുന്നതൊക്കെ നന്നായിരിക്കും. ധന്വന്തരം കുഴമ്പും കർപ്പൂരാതി കുഴമ്പും പിണ്ണതൈലവും കൂടെ ചേർത്ത് വെച്ചിട്ട് ചൂടാക്കി ദേഹത്ത് പുരട്ടി 1/2 മണിക്കൂർ ഇരുന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഒരു 3 months ഒക്കെ ആവുമ്പോൾ സൂതിക പരിചരണത്തിന്റെ ടൈം കഴിഞ്ഞപ്പോൾ പുറത്തൊക്കെ ഉള്ളവർ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അവരുടെ ആ ദേഹാസ്വാസ്ഥ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഔഷധങ്ങളെ കൂടി ചേർത്താണ് കൊടുക്കാറ്. അപ്പൊ മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. സന്ധ്യ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. പ്രോഗ്രാം തുടരുന്നു. നമ്മൾ ഇന്ന് ആയുർവേദത്തിൽ പ്രസവരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ് ഉള്ളത്. ഡോക്ടർ മരിയ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട്. അക്കൂട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഭക്ഷണ ക്രമീകരണം. നമുക്കറിയാം, മുലയൂട്ടുന്ന സമയമാണ്. അമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചില സൈഡ് എഫക്ട്സ് എങ്കിലും കുഞ്ഞുങ്ങൾക്കും വന്നേക്കാം. അവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനിടയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഭക്ഷണം ക്രമീകരിക്കേണ്ടത്? എന്തെല്ലാം കഴിക്കാം? ഈ സമയത്ത് നമ്മൾ ഗർഭാശയം ചുരുങ്ങിയ പൂർവ്വ രീതിയിലാവാനുള്ള രീതിയിലുള്ളതും മുലപ്പാലുണ്ടാവാൻ, രോഗബാധകൾ ഇല്ലാതിരിക്കാൻ, അതുപോലെ തന്നെ ദേഹരക്ഷയ്ക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള ഫുഡുകളാണ് ഈ സമയത്ത് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ വാദം വർദ്ധിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പക്ഷെ അതിൻ്റെ കൂടെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളതും പോഷകാഹാരങ്ങൾ അങ്ങനെയുള്ള രീതിയിലെ ഫുഡുകളാണ് ഈ സമയത്ത് അമ്മമാർ പ്രത്യേകം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമുക്കൊരു 12 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ മത്സ്യങ്ങൾ കറി വെച്ചോ അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉള്ളത് കൊണ്ട് ചെറു മത്സ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അത് ഈ സമയത്ത് ഉണ്ടാകുന്ന UTI അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനൊക്കെ തടയാനും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ മുലപ്പാൽ ഉണ്ടാവാനും നല്ലതാണ്. അതുപോലെ തന്നെ കരിക്കും വെള്ളം നല്ലോണം കഴിക്കുക. അത് ഇതുപോലെ തന്നെ പോഷകം നിറഞ്ഞിരിക്കുന്നതായതുകൊണ്ട് കരിക്കും വെള്ളവും ഇതുപോലെ കുടിക്കാം. ജ്യൂസ് കുടിക്കാം. അതുപോലെ ഫ്രൂട്ട്സ്, ഇലക്കറികൾ, പച്ചക്കറികൾ ഇതെല്ലാം ധാരാളം ഉൾപ്പെടുത്താം. ഒരു 28 ദിവസങ്ങൾക്ക് ശേഷമൊക്കെയാണ് മാംസാഹാരങ്ങൾ കൂടുതലും നമ്മൾ കഴിക്കാൻ തുടങ്ങേണ്ടത്. മുന്നേ തന്നെ നമ്മൾ മാംസാഹാരങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനക്കേട് മുതലായിട്ടുള്ളതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സമയത്ത് ദഹനശക്തി ഒരുവിധം കുറവായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കട്ടിയായിട്ടുള്ള ഒക്കെ ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ദഹനക്കേട് പോലുള്ള ഇത് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നീട് നമ്മൾ മുലപ്പാലുണ്ടാവുന്ന രീതിയിലുള്ള ചെറുപയർ അല്ലെങ്കിൽ മുരിങ്ങയില തന്നെ കഴിക്കാൻ, അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ മുട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. മുട്ടയുടെ കൂടെ ചിക്കിപ്പൊരിച്ചൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ. പിന്നെ അതുപോലെ മുട്ട, പാല്, ഇതൊക്കെ ധാരാളം ഉൾപ്പെടും. 2 നേരമെങ്കിലും പാലൊക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മുലപ്പാലുണ്ടാവാനും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ എരിവ്, പുളി, മസാല, അതുപോലെ ജങ്ക് ഫുഡ്, അതൊക്കെ ഈ സമയത്ത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പഴമക്കാർ പറയും ഏത് സമയവും കിടക്കണം, ബെഡിൽ തന്നെ എപ്പോഴും കിടക്കണം എന്നുള്ളതൊക്കെ ഒരു പണ്ട് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. പക്ഷെ അത് കൂടുതൽ നമുക്ക് ചലനം ഇല്ലാതിരുന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് രക്തയോട്ടം കുറഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കണം. ചിലപ്പോൾ ഈ സമയത്തൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ കുട്ടി എഴുന്നേറ്റ് നമ്മൾ രാത്രി ഉറങ്ങാതിരിക്കുന്നൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ രാവിലെ ആണെങ്കിലും കുറച്ച് സമയം ഉറങ്ങി കുറച്ച് സമയമൊക്കെ നമ്മൾ ഒരു ചലനം ഉണ്ടാവണം കൂടിയാണ് പറയുന്നത്. അതുപോലെ കഠിന വ്യായാമങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുക. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഡോക്ടർ ഇപ്പോൾ പ്രസവ അനന്തരം മുൻപ് മുതിർന്നവരൊക്കെ പറയുക, കൃത്യമായി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ, കൃത്യമായി കിടന്നില്ലെങ്കിൽ ഭാവിയിൽ നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. ഈ നടുവേദനയെ പേടിച്ചുകൊണ്ടാണ് സ്ത്രീകൾ നന്നായി റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത്. ഡോക്ടർ, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു നടുവേദന വരാതിരിക്കാൻ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ഈ സൂതികമാർക്കും കഴുത്തല്ലെങ്കിൽ നടുവിന് വേദനയുള്ളവരെന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിമൺ ആയതുകൊണ്ട് അവർ ലാസ്റ്റ് മൊമെന്റ് വരെ മാക്സിമം അവരുടെ മെറ്റേണിറ്റി ലീവ് കുറയാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ഒരു ജോലിയിലേക്ക് പോകുന്നതൊക്കെ കൊണ്ട് നടുവിൻ്റെ വേദനയും സയാറ്റിക് പെയിനൊക്കെ ഉള്ളതായിട്ട് വരികയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് പൂർണ്ണമായിട്ട് കിടക്കാനല്ല പറയും. ഇപ്പോൾ ഒരു പ്രസവരക്ഷയുടെ കെയറിനായിട്ട് വരുമ്പോൾ ആ സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ കുറച്ച് വേദനയൊക്കെ കുറയ്ക്കാനും ഒക്കെ ഇപ്പോൾ ഒരു വളരെയധികം സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഈ അമ്മേനെ സംബന്ധിച്ച് കുഞ്ഞ് രാത്രി ഉണരുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എഴുന്നേറ്റിരിക്കേണ്ട വരും. അതുപോലെ ഫീഡിങ് ടൈമിൽ ചിലപ്പോൾ ഒരു പ്രോപ്പർ പൊസിഷനിൽ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നടുവിനുള്ള വേദനകൾ ഉള്ളത് തന്നെ കൂട്ടാനൊക്കെ ചാൻസസ് ആണ്. അപ്പം നമ്മൾ ഈ വേദ് വെള്ളങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോരുത്തരിലും അവരവരുടെ ദേഹപ്രകൃതിക്കും അസുഖത്തിനൊക്കെ എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഔഷധങ്ങൾ ആഡ് ചെയ്തിട്ടാണ് വേദവെള്ളം എടുക്കുക. അങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ആസ്വാരിഷ്ടങ്ങളും ലേഹ്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഈ നടുവേദനയ്ക്കും അതുപോലെ ഇതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ ആഡ് ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നടുവേദനയ്ക്കും അതിൻ്റെതായ ചികിത്സയ്ക്കും അത് കുറയ്ക്കാനും ഒക്കെ ഈ പ്രസവാനന്തര പരിചരണത്തിന് വളരെയധികം പ്രസക്തി ഉള്ള ഒരു കാലഘട്ടമാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിൽ പങ്കെടുത്ത 2 ഡോക്ടർമാർക്കും നന്ദി. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.